ടോറസ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റിൽ ഒരു വലിയൊരു തീരുമാനം എടുക്കാനാണ് നിങ്ങൾ പോകണത്. അത് അത് എന്തുകൊണ്ടാണ് ഞാൻ പറയണത് വെച്ചാൽ, ഞാൻ ഇവിടെ കാണുന്നത് ഈ തീരുമാനം നിങ്ങളുടെ പാസ്റ്റും ഫ്യൂച്ചറുടെ എനർജിയുടെ ഇടയിൽ ഒരു തീരുമാനമാണ്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ആണോ വേണ്ടത്, അതല്ലച്ച ഒരു ബ്യൂട്ടിഫുൾ ഫ്യൂച്ചറാണോ വേണ്ടത്. ഈ തീരുമാനം ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഗൈഡൻസ് മെസ്സേജ് പറയണതെന്ന് നമ്മൾക്ക് നോക്കാം. ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു എൻഡ് വരെ നോക്കുക. എന്താ വെച്ചാൽ ഇത് ശരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്, നിങ്ങളിത് മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. എന്താ ഗൈഡൻസ് പറയണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നമ്മൾക്ക് എന്താ നിങ്ങളുടെ മെസ്സേജസ് പറയണമെന്ന് നോക്കാം. ഇത് ടോറസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല, ബാധിക്കില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കാണുന്നത് എന്താ വെച്ചാൽ, ടോറസ് നിങ്ങളുടെ കറണ്ട് എനർജി ഓഗസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കുറേ ഹാർഡ് വർക്കിംഗ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ, റിലേഷൻഷിപ്പ് എല്ലാത്തിലും നിങ്ങളുടെ 100% എഫേർട്ടാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഒരു ബിസി മാസവും ആവും. നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ കുറേ എഫേർട്ടാണ് ഇടണത്. പക്ഷേ അത് ഉണ്ടായിട്ടും എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങളിത് ചെയ്യണത് കുറേയൊക്കെ ഒരു ഗിൽട്ട് ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങളുടെ ലൈഫിൽ, പാസ്റ്റിൽ എന്തോ മിസ് ഔട്ട് ആയ പോലെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. ഇതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആവാം, അതല്ല റിലേഷൻഷിപ്പ് ആവാം. അതുകൊണ്ട് നിങ്ങൾ ഓഗസ്റ്റിൽ നിങ്ങളുടെ എഫേർട്ട് ഡബിൾ ചെയ്തിട്ട് എവിടെയോ നിങ്ങളിങ്ങനെ കുറേ ആങ്സൈറ്റി ഉണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടണത് കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്തോ ഒരു ഗിൽട്ടി ഫീലിംഗ് ഉണ്ട്, എന്തോ ഒരു മിസ് ഔട്ട് ആവാൻ പാടില്ല എന്ന് അങ്ങനത്തെ ഒരു പേടിയുണ്ട്. ആ പേടിയുടെ കാരണമാണ് നിങ്ങൾ 200% എഫേർട്ട് ഇടണത് ഏതോ ഒരു സിറ്റുവേഷനിൽ. അതല്ലച്ചാ ഞാൻ കാണുന്നത് എന്തോ നിങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എഫേർട്ട് ഇടണേ. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ ആ സിറ്റുവേഷനെ മറക്കാൻ വേണ്ടിയിട്ടില്ല വെച്ചാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ വേറെ കാര്യത്തിൽ ഡിസ്ട്രാക്റ്റ് ആവണേ. ആ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ എനിക്ക് ആലോചിക്കണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ വേറെ സ്ഥലത്ത് എഫേർട്ട് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും ആവാം. എന്തോ നിങ്ങൾ മിസ് ചെയ്യാണ്. പാസ്റ്റിൻ്റെ എന്തോ ഒരു കാര്യം, ഒരു പേഴ്സൺ, ഒരു സിറ്റുവേഷനിൽ ലോസ് ഉണ്ടായ മാതിരി നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ കരിയർ കുറേ സ്റ്റേബിളാണ്. ഓക്കെ, പക്ഷേ ഇമോഷണലി എവിടെയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു പാസ്റ്റിൻ്റെ സിറ്റുവേഷനെ മറക്കാൻ പറ്റുന്നില്ല. അതൊരു ലോസ് ആയി പോയി, അതെനിക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ കുറേ തോട്ട്സ് ഉണ്ട്. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ തന്നെ എനർജിയാണ് കാണുന്നത്, ഹൈറോഫാണ്ട് എനർജി. പാസ്റ്റിൽ ഞാനൊരു ഫാമിലി എനർജിയാണ് കാണുന്നത്, ഒരു ഗ്രൂപ്പിൻ്റെ എനർജി, മേ ബി ഒരു സ്പിരിച്വൽ ഗ്രൂപ്പ് ആവാം. അതല്ലച്ച ഇത് ഒരു എന്താ പറയുക, സ്പിരിച്വൽ ആവാം, അല്ലേച്ച ഫാമിലി ആവാം, അല്ലേച്ച മാരേജ് ആവാം. ഓക്കെ, എന്തോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു സ്റ്റാഗ്നൻസി വന്നു. ഓക്കെ, മേ ബി ഇതൊരു റിലേഷൻഷിപ്പ് ആവാം. റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കാര്യം നിർത്തിയ പോലെ, ലൈക്ക് നിങ്ങൾക്ക് അതിലൊന്നും മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു ലോസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് പാസ്റ്റിലും ഒരു സെൻസ് ഓഫ് ലോസ് ഉണ്ടായിരുന്നു. എന്തോ ശരിയായില്ല, എന്തോ വർക്കൗട്ട് ആയില്ല. ഇവിടെ ഒരു ലോൺലിനെസ് ഉണ്ട്, ഒരു ഐസൊലേഷൻ ഉണ്ട്, ഒരു റിജക്ഷൻ്റെ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ആ എനർജി നിങ്ങളുടെ കറണ്ട് എനർജിയിലും കാണാണ്ട്.
ഓക്കെ, അതിൻ്റെ വിഷമം നിങ്ങൾ ഇപ്പോഴും ക്യാരി ചെയ്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോവാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവാൻ പോണേ? ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു പുതിയ തുടക്കം ഇല്ലച്ച ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാനുള്ള പേടി എന്താ വെച്ചാൽ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോവാൻ. നിങ്ങളിവിടെ ഇപ്പോഴും പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ ഇല്ലച്ച പാസ്റ്റിൻ്റെ പേഴ്സൺ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എവിടെയോ നിങ്ങളുടെ മനസ്സിൽ കുറേ ഓവർ തിങ്കിങ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഈ പുതിയ തുടക്കം വന്നിട്ടും നിങ്ങൾക്ക് അതിനെ മുഴുവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പോഴും നിങ്ങൾ പാസ്റ്റിൻ്റെ സിറ്റുവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, അത് തിരിച്ചു വരും എന്ന് ഹോപ്പ് ചെയ്യാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം? നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ പാസ്റ്റാണ്. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ, പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റാത്തത് ഈ സിറ്റുവേഷൻ്റെ കാരണമാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല, എന്നാലും നിങ്ങൾക്ക് അതിന്ന് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അത് നിങ്ങൾ അതിനെ മിസ് ചെയ്യുന്നുണ്ട്, ആ പേഴ്സണിനെ മിസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ആ സിറ്റുവേഷനെ മിസ് ചെയ്യുന്നുണ്ട്. അതിനെ കുറച്ച് വിഷമമുണ്ട്, കുറേ ലവിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആവാം, പാസ്റ്റ് പേഴ്സൺ ആവാം. അപ്പോൾ നിങ്ങളുടെ എന്താണ് അഡ്വൈസ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് എന്താ പറയണേ? യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ എനർജീനെ സ്റ്റേബിൾ ആക്കാനാണ് പറയണേ. ഇവിടെ എന്തോ സെലിബ്രേഷൻ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു ഒരു സിറ്റുവേഷൻ, അത് ശരിയാവും എന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തു, അതുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ വിഷ് നിങ്ങളുടെ അടുത്താണ്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ വരും. അത് കുറേ ഇപ്പോൾ അടുത്ത് വരാറായി. പക്ഷേ എവിടെയോ നിങ്ങളുടെ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ഒരു സിറ്റുവേഷനെ ലെറ്റ് ഗോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ആൻഡ് ഒരു പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്കത് മുഴുവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് എന്താ വെച്ചാൽ അതിനെ ശരിയാക്കാനാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാറായി. നിങ്ങൾക്ക് പാസ്റ്റ് ആണോ വേണ്ടത്, അതല്ല വെച്ചാൽ ഫ്യൂച്ചറുടെ ഹാപ്പിനെസ് ആണോ വേണ്ടത്? പാസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ച് വരുമോ എന്ന് അറിയില്ല, പക്ഷേ ഫ്യൂച്ചറുടെ എന്തോ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, അതിനെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണേ. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ വരാറായി, പക്ഷേ നിങ്ങളുടെ ഈ ബ്ലോക്കിൻ്റെ കാരണം അതും മുമ്പോട്ടേക്ക് പോകുന്നില്ല, ആൻഡ് പാസ്റ്റിൻ്റെ സിറ്റുവേഷനിൽ ഒന്നും നടക്കണമില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ, ഹിഡൻ ഫാക്ടർ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കാണുന്നത് ഹിഡൻ ഫാക്ടർ ഒരു സപ്പോർട്ടിൻ്റെ എനർജിയാണ്. എവിടെയോ യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല വെച്ചാൽ ഹെൽപ്പ് എടുക്കുക, വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക. ഇവിടെ നിങ്ങൾക്കൊരു സെൽഫ് സഫിഷ്യൻറ്റ് ഇൻഡിപെൻഡൻറ്റ് എനർജിയിലേക്ക് പോകാനാണ് പറയണ യൂണിവേഴ്സ്. അപ്പോൾ ഈ തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ ഇപ്പോൾ പാസ്റ്റിനെ നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് നോക്കി, അത് ശരിയാവുന്നില്ല. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഞാനൊരു റൊമാൻറ്റിക് എനർജിയാണ് കാണുന്നത്, ഒരു മെസ്സേജാണ് കാണുന്നത്. ബട്ട് നിങ്ങളുടെ ഈ പാസ്റ്റിൻ്റെ കാരണം നിങ്ങൾക്ക് ഈ പുതിയ തുടക്കം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാറായി. എന്താണ് നിങ്ങളുടെ ഔട്ട്കം? നിങ്ങൾക്ക് വരണ ഔട്ട്കം എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊരു കൺട്രോളും ഉണ്ടാവില്ല, എല്ലാം ഒരുമിച്ച് വരണ എനർജി കാണുന്നുണ്ട്. എസ്പെഷ്യലി ലവിൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്പ്, ഒരു ഗുഡ് ന്യൂസ്, ഇത് കരിയറുടെ കാര്യത്തിലും ആവാം. ഓക്കെ, എന്തോ ഒരു കാര്യം ഇപ്പോൾ മുമ്പോട്ടേക്ക് പോവാണ് ക്വിക്ക്ലി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ തീരുമാനം എടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിങ്ങൾക്ക് സമയം കിട്ടില്ല. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോണ കാര്യങ്ങൾ ഇപ്പോൾ ഉടനെ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ പ്രാക്ടിക്കലായി ഡിസിഷൻസ് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. എവിടെയോ നിങ്ങൾക്ക് ചില പ്രാക്ടിക്കൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഓക്കെ, എന്താ വെച്ചാൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറേ ഇമ്പാക്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഒരു പ്രാക്ടിക്കലായി ആലോചിക്കുക, പ്രാക്ടിക്കലായി ചിന്തിക്കുക.
ലവും റൊമാൻസിൽ എനിക്കറിയാം പ്രാക്ടിക്കലായി ചിന്തിക്കുക പറഞ്ഞാൽ കുറച്ചൊരു ഡിഫിക്കൾട്ടാണ്. ബട്ട് ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ലൈഫിൽ അങ്ങനെയാണ്. നമ്മൾക്ക് ചില സിറ്റുവേഷൻസിൽ പ്രാക്ടിക്കലായിട്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിലും നമ്മളിങ്ങനെ ഒരു പടം കാണുന്ന മാതിരി അല്ല. ഓക്കെ, ലൈക്ക് ലൈഫ് അങ്ങനെയല്ല. അപ്പം നമ്മൾക്ക് കുറച്ചൊരു റിയലിസ്റ്റിക് എനർജി വെക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് പറയണേ? ഇവിടെ മെസ്സേജ് പറയണത് എന്താ വെച്ചാൽ ട്രെയിൽ ബ്ലേസർ. You have dreamt it, now dare to plan it. The world is waiting. This is your sign to choose expansion over comfort and adventure over hesitation. ഇതൊരു ക്ലിയർ മെസ്സേജാണ്. യൂണിവേഴ്സും അതന്നെയാണ് പറയണേ. നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഹെസിറ്റേഷൻ വിട്ടിട്ട് മുമ്പോട്ടേക്ക് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണേ. ഓക്കെ, വെരി ക്ലിയർ മെസ്സേജാണ് ഇത്. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? ഇവിടെ ഒറക്കിൾ മെസ്സേജ് വന്നിരിക്കണേ ലുക്ക് ഫോർ എ സൈൻ. ഓക്കെ, അപ്പോൾ എവിടെയോ യൂണിവേഴ്സും നിങ്ങൾക്കൊരു സൈൻ തരാൻ നോക്കുകയാണ്. ഇതും ഒരു സൈൻ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ കമൻസിൽ യെസ് എന്ന് എഴുതുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഇപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.